കാക്ക പൂച്ച കൊക്കരക്കോഴിവ ഒട്ടകമാന മയിലേ. ഹലോ ചെക്ക് ഹലോ ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം കാക്കയാണ്. കാക്കയല്ല, കാക്കയെ പേടിച്ച് ജീവിക്കേണ്ടി വരുന്ന ഇന്ത്യയിലെ ഒരു ആവറേജ് മനുഷ്യനെക്കുറിച്ചാണ് നമുക്കിവിടെ സംസാരിക്കാനുള്ളത്. ആ മനുഷ്യനെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷേ അങ്ങേരുടെ കൺസേൺ കേൾക്കുമ്പോൾ ആരായാലും ഒന്ന് സംസാരിച്ചു പോകും. പുള്ളിക്ക് കാക്കയോടുള്ള പേടിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഈ മനുഷ്യൻ എങ്ങനെ കേരളത്തിൽ ജീവിക്കും? കാരണം നമ്മുടെ ഏത് പ്രദേശം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവിടെയൊക്കെ രാവിലെ വന്ന് കാ എന്ന് വിളിച്ചിട്ട് ഭക്ഷണമൊക്കെ അവിടെ വേസ്റ്റൊക്കെ എടുത്ത് ക്ലീൻ ചെയ്ത് തരുന്ന നമ്മുടെയൊക്കെ മിത്രമായിട്ടുള്ള കാക്കയെ അദ്ദേഹം പേടിക്കുകയാണ് ഗൈസ്. എനിക്ക് തോന്നുന്നത് കർക്കിടവാവിന് ബലിയിട്ട് കഴിയുമ്പോൾ പുള്ളി ആ ബലിയിൽ അരി ഇടാറുണ്ടാവില്ല. മിക്കവാറും അതിൽ വല്ല തെനയൊക്കെ ഇട്ടിട്ട് പ്രാവിനെയോ തത്തയൊക്കെ ആയിരിക്കും പുള്ളി വിളിക്കുന്നത്. അത്രയധികം പുള്ളിക്ക് കാക്കയെ കണ്ണിന് കണ്ടുകൂടാ. കാക്കയെ പേടിച്ച് പ്രത്യേകിച്ച് ഹിന്ദു പെൺകുട്ടികൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള സ്റ്റഡി ക്ലാസ്സുകൾ വരെ ഇവരെടുത്തു കൊടുക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു ശരിക്കും കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ എന്ന് പറയുന്ന സിനിമ ഇന്നാണ് ഇറങ്ങിയിരുന്നതെങ്കിൽ അതൊരു ഹിന്ദു വിരുദ്ധ സിനിമയാണെന്നും കേരളത്തിലെ പെൺകുട്ടികളെ കാക്ക കൊത്താനുള്ള അല്ലെങ്കിൽ കാക്കയെ കൊണ്ട് കൊത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അജണ്ടയുടെ ഭാഗമാണ് എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം പോസ്റ്റ് ഇടും എന്നുള്ളതാണ്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കൃഷ്ണരാജിനെ കുറിച്ചാണ്. അഡ്വക്കേറ്റ് കൃഷ്ണരാജ്. അദ്ദേഹം ഇതിനു മുൻപ് ഈ കാക്കയുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്റിടൽ പുള്ളിയുടെ ഒരു ശീലത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ അദ്ദേഹം കാക്കയെ വളരെയധികം പേടിച്ചിരുന്ന അല്ലെങ്കിൽ കേരളത്തിലെ പെൺകുട്ടികളെ കാക്ക കൊത്തും എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടിരുന്ന ഒരു സന്ദർഭം എന്ന് പറയുന്നത് ജാനകിയും നവീനും. നമുക്കറിയാവുന്നതാണ്, അവർ രണ്ടുപേരും ഡോക്ടേഴ്സാണ്. അവർ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണെന്ന് തോന്നുന്നു അവരുടെ ഒരു ഡാൻസ് വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അത് വലിയൊരു വൈറൽ ഹിറ്റായി മാറുകയാണ് ചെയ്തത്. നമ്മളെല്ലാവരും ഏറ്റെടുത്തു, എന്ത് ഗംഭീരമായിട്ടാണ് അവർ ഡാൻസ് ചെയ്യുന്നതെന്നുള്ളതും. അതുപോലെ തന്നെ ഇത്രയധികം സ്ട്രെസ്സുള്ള, പഠിക്കാനാണെങ്കിലും ജോലിയുടെ സമയത്താണെങ്കിലും ഇത്രയധികം ശ്രദ്ധ വേണ്ടുന്ന അങ്ങനെയൊക്കെ സ്ട്രെസ്ഡ് ആയിട്ടുള്ള ആളുകൾ അവരിങ്ങനെ ഒരു ആർട്ട് ഫോമിൻ്റെ കൂടി ഭാഗമാവുന്ന സമയത്ത് അവർക്കും അത് അവരുടെ മെൻ്റൽ ഹെൽത്തിനെയും ഫിസിക്കൽ ഹെൽത്തിനെയും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അങ്ങനെ ഒരുപാട് തലത്തിൽ അപ്രിഷ്യേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഡാൻസ് ആയിരുന്നു. പക്ഷേ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: ജാനകിയും നവീനും. തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ 2 വിദ്യാർത്ഥികളുടെ ഡാൻസ് വൈറലാകുന്നു. ജാനകി എം ഓംകുമാറും നവീൻ കെ റസാഖുമാണ് വിദ്യാർത്ഥികൾ. എന്തോ ഒരു പന്തികേട് മണക്കുന്നു. ഇവർ രണ്ടുപേരും ഡാൻസ് കളിച്ച സമയത്ത് നമ്മൾ ആ ഡാൻസ് വീഡിയോ മാത്രമേ കണ്ടുള്ളൂ. പുള്ളി മണക്കാനുള്ള എന്തോ അവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ജാനകിയുടെ മാതാപിതാക്കളൊന്ന് ശ്രദ്ധിച്ചാൽ നന്ന്, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നല്ലേ നിമിഷയുടെ അമ്മ തെളിയിച്ചത്. ജാനകിയുടെ അച്ഛൻ ഓംകുമാറിനും ഭാര്യയ്ക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിലെ പ്രധാന പ്രശ്നം ജാനകി എന്ന് പറയുന്ന ഹിന്ദു പെൺകുട്ടി നവീൻ എന്ന് പറയുന്ന ഒരു മുസ്ലിം പയ്യനോടൊപ്പം ഡാൻസ് കളിച്ചു എന്നുള്ളതാണ്. ഒരു പെർട്ടിക്കുലർ യൂണിവേഴ്സ്, നമ്മുടെ ഇന്ത്യയിലെ പൊളിറ്റിക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ പലവിധ യൂണിവേഴ്സുകളുണ്ട്. അതിലൊരു യൂണിവേഴ്സിൽ കാക്ക എന്നിവർ റെഫർ ചെയ്യുന്നത് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ആളുകളെയാണ്. കാക്ക കൊത്തുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുസ്ലിം സമുദായത്തിലുള്ള ആൺകുട്ടികൾ വളച്ചുകൊണ്ട് പോകും, കല്യാണം കഴിക്കും. അഡ്വക്കേറ്റ് കൃഷ്ണരാജിൻ്റെ ഈ മുന്നറിയിപ്പിനെ മുൻനിർത്തിക്കൊണ്ട് അവരിരുവരും, ഒരാൾ മാത്രമല്ല 2 പേരും ഇദ്ദേഹത്തിൻ്റെ ഈ വാദങ്ങളൊക്കെ സസൂക്ഷ്മം ശ്രദ്ധിക്കുകയും അത് മനസ്സിൽ വെച്ച് പ്രവർത്തിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായി 2 പേരും പഠിച്ച് ഡോക്ടേഴ്സ് ആയി കഴിഞ്ഞു. അതിലൊരാൾ നവീൻ, അയാളിപ്പോൾ വിവാഹം കഴിച്ച് അയാളുടെ കുടുംബജീവിതവും നന്നായി പോകുന്നു, കരിയറും നന്നായി പോകുന്നു. അതേസമയം ജാനകി അവരുടെ കരിയർ നന്നായി മുന്നോട്ട് കൊണ്ടുപോകുന്നു. അവരുടെ പാഷനായിട്ടുള്ള ഡാൻസിനെയും അവർ മുറുക്കെ പിടിക്കുന്നു. അവർ നല്ല രീതിയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അവിടെ ജാനകിയെ കാക്ക കൊത്തും എന്ന് നോക്കിക്കൊണ്ടിരുന്ന ആളുകൾ അവരിപ്പോഴും കാക്ക കൊത്തിക്കൊണ്ട് വന്ന് ജാനകിയെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ആകാശത്തേക്ക് നോക്കി നിൽപ്പാണ്. സത്യത്തിൽ അവരാണ് ഒരു പരുന്തുംകാലി പിടിച്ചിരിക്കുന്നത്. ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു നിമിഷം ആ പരുന്തുംകാലിൽ നിന്ന് താഴെ പോകും, താഴെ വീണ തവിട് പൊടിയായി പോകും. എന്തായാലും അഡ്വക്കേറ്റ് കൃഷ്ണരാജിൻ്റെ ഈ സസൂക്ഷ്മമുള്ള വിലയിരുത്തലുകളുടെ ഭാഗമായി അദ്ദേഹം കാക്ക കൊത്താനിടയുള്ള മറ്റൊരു പെൺകുട്ടിയെ ഇവിടെ കണ്ടെത്തിയിരിക്കുകയാണ്. അത് മറ്റാരുമല്ല സുഹൃത്തുക്കളെ, അഭിനേത്രി കൂടിയായ നമ്മുടെ മീനാക്ഷിയാണ്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ചെറിയ വായിൽ വലിയ വർത്താനം പറയുന്ന ഈ കൊച്ചിനെ മിക്കവാറും കാക്ക കൊത്തുന്ന എല്ലാ ലക്ഷണവും ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ആ യൂണിവേഴ്സില്ലേ, ആ യൂണിവേഴ്സിൽ നിങ്ങൾ പുരോഗമനം പറയുകയാണെങ്കിൽ, നിങ്ങൾ മതത്തെ എതിർക്കുകയാണെങ്കിൽ, ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണെങ്കിൽ, ഒന്നെങ്കിൽ നിങ്ങളെ കമ്മ്യൂണിസ്റ്റുകാർ കൊത്തും, അല്ലെങ്കിൽ നിങ്ങളെ കാക്ക കൊത്തും. സത്യത്തിൽ മീനാക്ഷിയെ കാക്ക കൊത്താനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇദ്ദേഹത്തിന് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനൊരു തോന്നലുണ്ടായിട്ടുണ്ടാവുക? അതിന് നമ്മളെ സംബന്ധിച്ച് പ്രധാനമായും 2 കാരണങ്ങളാണ്. ചിലപ്പോൾ ഇതിൽ കൂടുതൽ കാരണങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയേക്കും. എന്തായാലും 2 കാരണങ്ങളാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഒന്നാമത്തെ കാരണം മീനാക്ഷി ഒരു പെൺകുട്ടിയാണ് എന്നുള്ളതാണ്. ചിന്തിക്കുന്ന, ചോദ്യം ചെയ്യുന്ന പെൺകുട്ടികളെ മതങ്ങൾക്ക്, മതവിശ്വാസങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് നല്ല പേടിയാണ്, കണ്ണിന് കണ്ടുകൂടാ. ഇപ്പോൾ മുസ്ലിം മതത്തിൽ നിന്നുള്ള ഒരു പെൺകുട്ടി നമ്മുടെ മതത്തിലെ ഇന്ന ആചാരങ്ങൾ തെറ്റല്ലേ എന്ന് ഏതെങ്കിലും ഒരു മതപണ്ഡിതനോട് ചോദിച്ചു കഴിഞ്ഞാൽ നിനക്ക് സ്വർഗത്തിൽ പോകണ്ടേ പെണ്ണെ എന്നുള്ളതാണ് അവിടെ നമ്മൾ ഏറ്റവും ആദ്യം കാണുന്ന കമൻറ്റ്. നരകത്തിലെ വിറകുകൊള്ളിയാകാൻ വിധിക്കപ്പെട്ടിട്ടുള്ള ആൾ, അതുപോലെ തന്നെ ഇവള് മതം മാറാനുള്ള സാധ്യതയുണ്ട്, ഇവള് മതവിശ്വാസത്തിൽ നിന്ന് അകന്നു നിൽക്കുകയാണ് എന്ന് പറഞ്ഞ് ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ പറ്റും. ഇതേ കാര്യം തന്നെ മറ്റേത് മതത്തിലുള്ളൊരു പെൺകുട്ടി ചോദ്യം ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റും. സ്വാഭാവികമായി ഇവിടെയും മീനാക്ഷി എന്ന് പറയുന്ന വിദ്യാഭ്യാസം കിട്ടിയിട്ടുള്ള, വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി
മനസ്സിലാക്കിയിട്ടുള്ള പെൺകുട്ടി താൻ കാര്യങ്ങൾ ചോദിച്ചറിയുകയും തനിക്ക് വ്യക്തത വരുന്നതുവരെ ചോദ്യങ്ങൾ ചോദിക്കേണ്ടതാണെന്നും വ്യക്തത വരുത്തി തൻ്റേതായ ആശയങ്ങൾ ഉറക്കെ പറയേണ്ടതുമാണ് എന്ന തിരിച്ചറിവിലേക്കും ബോധ്യത്തിലേക്കും എത്തുമ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുക, പ്രത്യേകിച്ച് മതത്തിനെ ചോദ്യം ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് സഹിക്കാൻ പറ്റില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഇവരുടെ കയ്യിൽ ലോജിക്കലി വലിയ ഉത്തരങ്ങളൊന്നുമില്ല, ഓരോന്നൊക്കെ വിളിച്ച് പറഞ്ഞിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു കൊച്ചു ലോജിക്ക് ചോദിക്കുന്നത്. ഷടാ, ഈ മാസ് സിനിമയിൽ ലോജിക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നണി പ്രവർത്തകർ പറയില്ലേ ഈ സിനിമയിൽ നിങ്ങൾ ലോജിക്ക് നോക്കാൻ പാടില്ല എന്ന് പറയുന്ന പോലെയാണ് ഈ മതത്തിൻ്റെ കാര്യം. ലോജിക്ക് നോക്കാൻ പാടില്ല, അതും ഒരു പെൺകുട്ടി ചോദ്യം ചെയ്യുക എന്ന് പറയുന്നത് പെണ്ണിൻ്റെ അവകാശങ്ങൾ വെട്ടിക്കുറയ്ക്കുന്ന കാര്യത്തിൽ നമ്പർ 1 ആണ് നമ്മുടെ മതങ്ങൾ. മീനാക്ഷിയുടെ ചോദ്യങ്ങൾ ഈ സ്വാതന്ത്ര്യമില്ലാതെ കിടക്കേണ്ടവളുമാരുടെ ഭാഗത്തുനിന്ന് വരുന്നു എന്ന് പറയുന്നത് ഇവരെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കും. രണ്ടാമത്തെ കാര്യം, ശാസ്ത്രം, ചരിത്രം. ഇത് രണ്ടും മതങ്ങൾക്ക് പറ്റൂല, സഹിക്കാൻ പറ്റൂല. നമ്മൾ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനമാണ്. നമ്മൾ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളെ ഇടയ്ക്കിടയ്ക്ക് തീറ്റ കൊടുത്ത് വളർത്താറും ഇടയ്ക്ക് ഫ്രൈ ചെയ്ത് കഴിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അടിസ്ഥാനപരമായി നമ്മൾ ചരിത്രപരമായി ഈ മതങ്ങളെ വിലയിരുത്തി നോക്കിയാൽ ഈ മതത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി, ഈ മതത്തിൻ്റെ പ്രചരണത്തിന് വേണ്ടി ഇവർ കൊന്നൊടുക്കിയിട്ടുള്ള ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളുടെ അസ്ഥികൂടങ്ങളിലാണ് നമ്മൾ ചെന്ന് നിൽക്കുക. ഈ പറയുന്ന ഒരു ഡയലോഗിലും യാതൊരു ആത്മാർത്ഥതയും ഇല്ല എന്നുള്ള കാര്യം ചരിത്രം പഠിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ചരിത്രം വളച്ചൊടിച്ച് ഈ ഇതിഹാസ കഥാപുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്നതാണ് ചരിത്രം എന്ന് വിശ്വസിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അവരല്ലാതെ വ്യക്തമായി ചരിത്രം പഠിക്കുന്ന, ചരിത്രത്തിൻ്റെ നിങ്ങൾ അധികം ഒന്നും പോകണ്ട, ഒരു 100 വർഷം പുറകിലേക്ക് ചിന്തിച്ചു തുടങ്ങിയാൽ തന്നെ നിങ്ങൾ ഇന്ത്യയിൽ നിലനിൽക്കുന്ന പ്രധാനപ്പെട്ട മതങ്ങളെയൊക്കെ ചോദ്യം ചെയ്യും. മീനാക്ഷി തന്നെ അവരുടെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞതുപോലെ റാഷണലായി ചിന്തിക്കാൻ കഴിവുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. 2 സയൻസാണ്. സയൻസ് എന്ന് പറയുമ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സ്പേസ് എപ്പോഴുമുള്ള, ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അന്വേഷിക്കലാണ് സയൻസ് എന്നാണ്, അല്ലെങ്കിൽ ശാസ്ത്രം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ക്യൂരിയസ് ആയിട്ടുള്ള ആളുകളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുന്നതാണ് ശാസ്ത്രം. ഈ ശാസ്ത്രത്തിൻ്റെ ഒരു വളർച്ചയെ എന്ന് പറയുന്ന ഡയലോഗ് നമ്മുടെ ഹരിശ്രീ അശോകൻ പറയുമ്പോൾ ശാസ്ത്രം വളരുന്നത് കൊണ്ടാണത്. കാരണം മതങ്ങളൊക്കെ എന്നോ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുറേ കഥാപുസ്തകങ്ങളിൽ ഇപ്പോഴും ഉടക്കി പിടിച്ച് നിൽക്കുമ്പോൾ ശാസ്ത്രം മുമ്പ് പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞ പല കാര്യങ്ങളും ഇന്ന് തെറ്റാണെന്ന് പറയുന്നുണ്ട്. മുമ്പ് തെറ്റാണെന്ന് പറഞ്ഞ കാര്യങ്ങളും ഇന്ന് ശരിയാണ് എന്ന് വന്നുകൊണ്ടിരിക്കുന്നു. അത് ഈ ആളുകൾ കോൺസ്റ്റൻ്റ്ലി ചോദ്യം ചെയ്യുന്നതുകൊണ്ടാണ്. ചോദ്യം ചെയ്യപ്പെടാനുള്ളൊരു സ്പേസ് ശാസ്ത്രത്തിലുണ്ട്. സോ ശാസ്ത്രം പഠിക്കുന്ന, ചരിത്രം മനസ്സിലാക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് അവൾ ചോദ്യങ്ങൾ ഉന്നയിക്കുക എന്ന് പറയുമ്പോൾ ഈ 2 മിസ്റ്റേക്കുകളും ഒരുമിച്ച് സംഭവിക്കുമ്പോൾ മതത്തിന് സഹിക്കാൻ പറ്റൂല. അപ്പോൾ ഇവളെ എന്തെങ്കിലും പറഞ്ഞ് തളർത്തിയേ പറ്റൂ. പരമാവധി ആ പെൺകുട്ടിയെ തളർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ കമൻറ്റ് ബോക്സുകളിൽ വന്നു കഴിഞ്ഞു. അതിനെ വളരെ ഗംഭീരമായിട്ട് മീനാക്ഷി ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതിലെ ഏറ്റവും ലേറ്റസ്റ്റ് ഒരു ചുവടുവെപ്പാണ് ഇത് കാക്ക കൊത്തിപ്പോവും എന്ന് പറയുന്നത്. കാരണം വീട്ടുകാരുടെ ഉള്ളിൽ ഒരു പേടി ഉണ്ടാക്കുക, പിന്നെ അവളുടെ ഫ്യൂച്ചർ വളരെ മോശമായ ഒരു അവസ്ഥയിലേക്കാണ് പോകാൻ പോകുന്നത് എന്ന ഭയം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതൊക്കെയാണ്. നിങ്ങൾ ഈ ജെൻസി പിള്ളേരുടെ അടുത്ത് ഇമ്മാതിരി ഉമ്മാക്കിയായിട്ട് ചെല്ലരുത്. അഡ്വക്കേറ്റ് കൃഷ്ണരാജിൻ്റെ ഈ മുന്നറിയിപ്പ് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മീനാക്ഷിയുടെ അച്ഛനും അമ്മയ്ക്കും മീനാക്ഷിക്കും ഒന്നുമുള്ളതല്ല. ഇത് സമൂഹത്തിലെ മറ്റെല്ലാ മാതാപിതാക്കൾക്കും, അതായത് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് പറയുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന, ആ ചിന്തകളൊക്കെ പെട്ടെന്ന് ഉള്ളിലേക്ക് എടുക്കാൻ സാധ്യതയുള്ള, നമ്മൾ നേരത്തെ പറഞ്ഞ യൂണിവേഴ്സിൽ ജീവിക്കുന്ന കുറേ ആളുകളുണ്ട്. അവരെയും അവരുടെ പെൺമക്കളെയും തളച്ചിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ പരിപാടിയാണ്. പെൺകുട്ടികളായി കഴിഞ്ഞാൽ ചിന്തിക്കാൻ പാടില്ല, ചോദ്യം ചെയ്യാൻ പാടില്ല, ചെറിയ വായിൽ വലിയ വർത്താനം പാടില്ല. എന്താണ് ഈ ചെറിയ വായിലെ വലിയ വർത്താനം എന്ന് പറയുന്നത്? ഇവരാദ്യം തീരുമാനിച്ചു കഴിഞ്ഞു, നിങ്ങളുടെ പ്രായം കൊണ്ട്, നിങ്ങളുടെ ജെൻഡർ കൊണ്ട്, നിങ്ങളുടെ ഇതുവരെയുള്ള എഡ്യൂക്കേഷൻ കൊണ്ട് നിങ്ങളുടെ വായ ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ഇത്രയേ ചോദിക്കാൻ പാടുള്ളൂ എന്നൊക്കെ അങ്ങ് തീരുമാനിച്ചിരിക്കുക. നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ അവരുടെ വിരൽത്തുമ്പിൽ ഇൻഫർമേഷൻ ഉണ്ട്. അവർ കാര്യങ്ങൾ കൂടുതൽ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും അവരുടെ തലച്ചോർ നിങ്ങളുടെ തലച്ചോർ വികാസം പ്രാപിക്കുന്നതിനേക്കാൾ നന്നായി വികാസം പ്രാപിക്കുകയും ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കണ്ടെത്തുകയും അത് അവരുടെ വായ നിങ്ങൾ അറിയുന്നതിന് മുമ്പേ വലുതാക്കുകയും ചെയ്യും. ആ വലിയ വായ കൊണ്ട് അവർ പറയുന്ന വലിയ വർത്തമാനങ്ങളെ മനസ്സിലാക്കാൻ നിങ്ങളുടെ തലച്ചോറ് വളർന്നിട്ടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അഡ്വക്കേറ്റ് കൃഷ്ണരാജിനെ പോലെ ചോദ്യം ചെയ്യുന്ന കുറച്ച് ആളുകളുടെ ആ തലച്ചോറിൻ്റെ വലിപ്പക്കുറവും വിവരവും വിദ്യാഭ്യാസവും നേടുന്നതിൻ്റെ ഭാഗമായി, ചരിത്രാന്വേഷണത്തിൻ്റെ ഭാഗമായി മീനാക്ഷിയെ പോലെയുള്ള കുട്ടികളുടെ തലച്ചോറും വായും വലുതാവുന്നതും തമ്മിലുള്ള ഒരു യുദ്ധമാണ് ഇവിടെ സംഭവിക്കുന്നത്. സൂക്ഷിച്ചിരുന്നില്ലെങ്കിൽ നിങ്ങളുടെ തലച്ചോറും അവരുടെ വായിൽ കൊള്ളാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ വിവരവും വിദ്യാഭ്യാസവും നേടാൻ പാടില്ല. ഇനി നേടിയാൽ തന്നെ അവരിങ്ങനെ ഉറക്കിയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാമോ? അങ്ങനെ ചോദിക്കുന്ന പെൺകുട്ടികളെ കാത്തിരിക്കുന്നത് അവരൊക്കെ കാക്കകാലി പോവും എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ അവരൊക്കെ, അതായത് സ്വതന്ത്രമായി ചിന്തിക്കുന്ന പെൺകുട്ടികളൊക്കെ മതം മാറ്റപ്പെടുകയും അവരൊക്കെ വളരെ ദുരന്ത ജീവിതം നയിക്കേണ്ടി വരും എന്നൊക്കെ പറയുന്ന ഒരു പേടിപ്പിക്കൽ ഈ പറയുന്ന അച്ഛനമ്മമാരുടെ ഉള്ളിലുണ്ടാക്കി അവർ ത്രൂ അടുത്ത ജനറേഷൻ
ജനറേഷൻ ഓഫ് പെൺകുട്ടികളെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി മാത്രമാണ് അഡ്വക്കേറ്റ് കൃഷ്ണരാജിനെ പോലെയുള്ള ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പക്ഷേ അഡ്വക്കേറ്റ് കൃഷ്ണരാജിനെ ഇത്രയധികം പ്രകോപിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പ്രചോദിപ്പിക്കാൻ വേണ്ടിയിട്ട് മീനാക്ഷിയുടെ ഭാഗത്തു നിന്ന് സംഭവിച്ചിട്ടുള്ള മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മളൊന്ന് വിലയിരുത്തേണ്ടതാണ്. അത് നമ്മൾ ചർച്ചയ്ക്ക് വെക്കേണ്ടത് തന്നെയാണ്. മീനാക്ഷിയുടെ ഭാഗത്തു നിന്ന് ആദ്യമായി ഒരു തെറ്റ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ഇവരുടെ യൂണിവേഴ്സിലെ തെറ്റാണ്. 18-ാം തീയതി ഒക്ടോബർ മീനാക്ഷി ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നു. ആ ഫോട്ടോയ്ക്ക് അവരൊരു കുറിപ്പ് എഴുതുന്നുണ്ട്. മീനാക്ഷിയുടെ കുറിപ്പുകളൊക്കെ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ വളരെ മനോഹരമായിട്ടാണ് അവർ എഴുതാറുള്ളത്. അപ്പോൾ ഈ കുറിപ്പ് 18-ാം തീയതി ഇട്ട കുറിപ്പ് ഇങ്ങനെയാണ്: എത്തീസ്റ്റ് ആണോ എന്നാണ് ചോദ്യമെങ്കിൽ റാഷണൽ ആണ് എന്നാണ് ഉത്തരം. റാഷണൽ ആവുക എന്ന് പറയുന്നത് ഒരു ലോജിക്കിനെ അടിസ്ഥാനപ്പെടുത്തി സംസാരിക്കുക, ചിന്തിക്കുക എന്നാണ്. സോ ഒരു നിരീശ്വരവാദി ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ റാഷണൽ ആണ് എന്നാണ് മീനാക്ഷിയുടെ മറുപടി. പക്ഷേ യഥാർത്ഥ എത്തീസ്റ്റ് ആരാണ്? അതായത് യഥാർത്ഥ നിരീശ്വരവാദി ആരാണ്? തീർച്ചയായും ദൈവത്തോട് കൂടുതൽ അടുത്തു നിൽക്കുന്നുവെന്ന് നമ്മൾ കരുതുന്ന വിശ്വാസികളിൽ ചിലർ തന്നെ അവർ ദൈവം മുതൽ മോഷ്ടിക്കുമ്പോൾ, ഈ പറയുന്ന പോസ്റ്റ് ഇടുന്ന സമയത്ത് കേരളത്തിലെ ഏറ്റവും അധികം സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു അമ്പലവുമായി ബന്ധപ്പെട്ട് അവിടെ ദൈവത്തോട് ഏറ്റവും അധികം അടുത്ത് നിൽക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്ന ആളുകളും കൂടി ചേർന്നുകൊണ്ട് മോഷണം നടത്തിയതൊക്കെ പത്രമാധ്യമങ്ങളിൽ വലിയ ബ്രേക്കിംഗ് ന്യൂസായി വന്നുകൊണ്ടിരിക്കുകയാണ്. സോ മീനാക്ഷി പറയുന്നത് നിരീശ്വരവാദി ആരാണ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ദൈവത്തോട് കൂടുതൽ അടുത്തു നിൽക്കുന്നുവെന്ന് നമ്മൾ കരുതുന്ന വിശ്വാസികളിൽ ചിലർ തന്നെ അവർ ദൈവം മുതൽ മോഷ്ടിക്കുമ്പോൾ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആളുകളായി നിന്ന് കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ ഉപദ്രവിക്കുമ്പോൾ. നിങ്ങൾ ഒരു 7 ദിവസത്തെ പത്രങ്ങൾ എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പത്രങ്ങളുടെ പൊളിറ്റിക്സ് അനുസരിച്ച് വാർത്തകളുടെ ഹെഡിങ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. പക്ഷേ ദൈവത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നു എന്ന് പറയുന്ന, ദൈവകാര്യങ്ങൾ പഠിപ്പിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നു എന്ന് പറയുന്ന എത്രയോ ആളുകൾ, കൊച്ചു കുഞ്ഞുങ്ങളടക്കമുള്ളവരെ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ദുരുപയോഗം ചെയ്യുകയാണ്. അവരെ ഇല്ലായ്മ ചെയ്യണം, അവരുടെ ചൈൽഡ്ഹുഡിനെ, അവരുടെ ഫ്യൂച്ചറിനെ നശിപ്പിച്ച് കളയുകയാണ് ചെയ്യുന്നത്. അതായത് ദൈവം ഇവിടെ നിൽക്കുകയാണ്, കുറേ മനുഷ്യന്മാർ ഇവിടെ നിൽപ്പുണ്ട്. ഈ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ നിൽക്കുന്നത് ഞങ്ങളാണ്. ദൈവത്തിനെക്കുറിച്ച് ശരിക്കറിയാവുന്നത് ഞങ്ങൾക്കാണ്. ദൈവത്തോട് അടുക്കാനുള്ള വഴികൾ ഞങ്ങൾക്കാണ് അറിയാവുന്നത് എന്ന് പറഞ്ഞ് ഈ മതവിശ്വാസം ജനങ്ങളിൽ വളർത്തിയെടുത്ത് ദൈവത്തിലേക്ക് ഇപ്പം അടുപ്പിച്ച് തരാം എന്ന് പറഞ്ഞു നിൽക്കുന്ന സ്വയം പ്രഖ്യാപിത വ്യക്തികളുണ്ട്. അതിൽ ആരാധനാലയങ്ങളിലെ പുരോഹിതന്മാരും മതപണ്ഡിതന്മാരും ആചാര്യന്മാരും ഒക്കെ ഉണ്ട്. കൊച്ചു കുഞ്ഞുങ്ങളെ മതം പഠിപ്പിക്കാൻ ഞങ്ങളിപ്പോൾ പഠിപ്പിച്ച് മതത്തിൻ്റെ ആളുകളാക്കി മാറ്റുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന കുറേ പണ്ഡിതന്മാരുണ്ട്. നമ്മൾ ഇന്ന് പല കേസുകളിലും കൊച്ചു കുഞ്ഞുങ്ങളെ അടക്കം ഏറ്റവും മോശമായി ട്രീറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് കുറ്റം തെളിയിക്കപ്പെട്ടിട്ടുള്ള ആളുകളിൽ വരെ നമുക്ക് ഈ മുഖങ്ങളിൽ പലതും കണ്ടെത്താൻ പറ്റും. അതൊക്കെ വായിക്കുന്ന, മനസ്സിലാക്കുന്ന, തിരിച്ചറിയുന്ന ഒരാൾക്ക് പോലും മീനാക്ഷിയുടെ ഈ പോസ്റ്റിനെയോ അല്ലെങ്കിൽ ഇതിനെ തുടർന്ന് അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെയോ ചോദ്യം ചെയ്യാൻ പറ്റില്ല. കാരണം അവർ ചിന്തിക്കുന്നുണ്ട്, കാണുന്നുണ്ട്. മീനാക്ഷി തുടരുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെ ആളുകളായി നിന്ന് കുട്ടികളെ ഉൾപ്പെടെയുള്ളവരെ ഉപദ്രവിക്കുമ്പോൾ ഒക്കെയും കൃത്യമായും അവർക്കറിയാം അവരെയോ അവരുടെ ബന്ധുക്കളെയോ ഒരു ദൈവവും ശിക്ഷിക്കാൻ പോകുന്നില്ല, അഥവാ അങ്ങനെയൊന്ന് ഇല്ല എന്ന് തന്നെ. ചുരുക്കി പറഞ്ഞാൽ വിശ്വാസികൾ എന്ന് നമ്മൾ കരുതുന്നവരിൽ ചിലർ തന്നെ അത്രേ നിരീശ്വരവാദികൾ. അതായത് ഈ കുറ്റം ചെയ്യുന്ന ഈ കൊച്ചു കുഞ്ഞുങ്ങളെ അടക്കം ഇത്രയും മോശമായി ട്രീറ്റ് ചെയ്ത് ജയിലിൽ കിടക്കുന്ന, അല്ലെങ്കിൽ കോടതി വരാന്തയും പോലീസും കേസുമായിട്ട് നടക്കുന്ന ഇവർക്കറിയില്ലേ നമ്മൾ കുഞ്ഞുങ്ങളോട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ദൈവത്തിൽ നിന്ന് ഇത്രയും കിട്ടുമെന്ന്, ദൈവത്തിൽ നിന്ന് ഇത്രയും കിട്ടും അത്രയും കിട്ടും എന്ന് പറഞ്ഞു പഠിപ്പിച്ചല്ലേ ഇവർ നടക്കുന്നത്. എന്നിട്ടും ഇവർക്കിത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇത്രയും കോൺഫിഡൻസോടുകൂടി ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ദൈവം എന്ന് പറഞ്ഞ പരിപാടി അവിടെ ഇല്ല, ഇത് നമ്മൾ നാട്ടുകാരെ പറ്റിക്കാൻ പറയല്ലേ എന്ന് ഇവർക്ക് തന്നെ ഉറപ്പുള്ളതുകൊണ്ടല്ലേ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു കുട്ടിക്ക് മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ ഒരു പൂജാരിയുടെ അടുത്ത് അമ്മ കൊണ്ടാക്കുന്നത്. 11 വയസ്സോ മറ്റോ പ്രായമുള്ള ആ കുട്ടിയോട് ഏറ്റവും മോശമായി ആ പൂജാരി പെരുമാറുമ്പോൾ അയാൾക്കറിയില്ലേ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് ദൈവതുല്യരാണ്, കുഞ്ഞുങ്ങളോട് ഇങ്ങനെ പെരുമാറരുത്, ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവം എനിക്ക് പണി തരുമെന്ന്. അങ്ങനെ പണി തരാൻ ഒരു ഐറ്റം ഇവിടെ ഇല്ല എന്ന് അയാൾക്ക് അത്രയും ഉറപ്പുള്ളതുകൊണ്ടല്ലേ അയാൾ വൃത്തിയോട് കാണിക്കുന്നത്. ദൈവത്തിൽ വിശ്വസിക്കുന്ന, ദൈവത്തിനൊരു ഹോപ്പായി കാണുന്ന, അവസാനത്തെ അത്താണിയായി കാണുന്ന, തൻ്റെ വിശ്വാസങ്ങളോ ചിന്തകളോ ഒന്നും മറ്റുള്ളവർക്ക് ഉപദ്രവമാകരുത് എന്ന് ചിന്തിക്കുന്ന, സമാധാനമായി ജീവിക്കുന്ന, എൻ്റെ വിശ്വാസം എനിക്ക് സമാധാനം കൂടി നൽകേണ്ടതാണ്, അത് തന്നെയാണ് ഞാൻ സ്പ്രെഡ് ചെയ്യേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ആളുകളെ, അങ്ങനെ ഉറച്ച് വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മളിവിടെ ഉദ്ദേശിച്ചിട്ടില്ല. ഉദ്ദേശിക്കുന്നത് ആരെയാണ് എന്ന് ചിന്തിക്കുന്നവർക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ടാകും. ഇത് തന്നെയാണ് മീനാക്ഷിയും ചൂണ്ടിക്കാണിക്കുന്നത്. പൊതുവെ എത്തീസ്റ്റുകൾ എന്ന് പറഞ്ഞ് നടക്കുന്നവർ വലിയ ശല്യമുണ്ടാക്കിയതായി അറിവുമില്ല. ശാസ്ത്രബോധം ജീവിതത്തിൻ്റെ ക്വാളിറ്റി മെച്ചപ്പെടുത്താനും ചുറ്റുപാടുകളെ കൃത്യമായി മനസ്സിലാക്കാനും എന്നെ ഏറെ സഹായിക്കുന്നു. പക്ഷേ അത് എനിക്ക് ചുറ്റുമുള്ള മറ്റുള്ളവർക്ക് ഒരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാനും ശ്രദ്ധിക്കാറുണ്ട്. മതബോധങ്ങൾക്കോ ദൈവബോധങ്ങൾക്കോ തുടങ്ങി ഒന്നിനും. അതാണ് നമ്മൾ ഈ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ളൊരു കാര്യം. ദൈവം, വിശ്വാസം എന്നൊക്കെ പറയുന്നത് ഉള്ളിൽ കൊണ്ട് നടക്കുന്ന, എൻ്റെ ദൈവം മറ്റുള്ളവനെ ബുദ്ധിമുട്ടിപ്പിക്കാനുള്ളതല്ല, അതെൻ്റെ വിശ്വാസമാണ്, എൻ്റെ അത്താണിയാണ്, എൻ്റെ പ്രതീക്ഷയാണ് എന്ന് ചിന്തിക്കുന്ന ആരെയും നമ്മളിവിടെ ടാർഗറ്റ് ചെയ്യുന്നില്ല.
ആരും ഇവിടെ ടാർഗറ്റ് ചെയ്യപ്പെടാൻ പാടില്ല. എന്നാൽ അതേസമയം നമ്മുടെ ചുറ്റുമുള്ള പല കാര്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ശാസ്ത്രാവബോധത്തിൽ നിന്ന് നമ്മൾ കണ്ടെത്തുന്ന ഉത്തരങ്ങളുണ്ട്. അതിനെ ഉൾക്കൊള്ളാനും നമുക്ക് സാധിക്കണം. അതിനെ ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് ശാസ്ത്രത്തിൻ്റെ അവബോധത്തിൻ്റെ ഉള്ളിൽ നിൽക്കാത്ത, വിശ്വാസം ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ആളുകളെ ഒഴിവാക്കണമെന്നോ കുറ്റപ്പെടുത്തണമെന്നോ അവരുടെ ജീവിതം ദുസ്സഹമാക്കണമെന്നോ അല്ല. അവരവരുടെ ഇഷ്ടത്തിന് അവരുടെ വിശ്വാസവുമായിട്ട് മുന്നോട്ട് പോയിക്കോട്ടെ. നമ്മളവിടെ ഒരു ശല്യം ഉണ്ടാക്കുന്നില്ല. മറിച്ച് അവനവൻ്റെ വിശ്വാസം കൊണ്ട് ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ഇറ്റ്സ് സിമ്പിൾ. അതായത് ഒരു മനുഷ്യജീവിക്ക് ആവശ്യപ്പെടാവുന്ന ഒരു കാര്യം വളരെ സിമ്പിളായി മീനാക്ഷി പറയാണ്. ഞാൻ എൻ്റെ വിശ്വാസങ്ങൾക്ക് വേണ്ടി ആരോടും വാദിക്കാൻ പോയിട്ടില്ല, ഒരു പ്രശ്നത്തിനും പോയിട്ടില്ല. എന്നാൽ കൊണ്ടുപിടിച്ച വിശ്വാസങ്ങളൊന്നും എൻ്റെ ഉള്ളിലില്ല. എൻ്റെ അനിയൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുമ്പോൾ, ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറുമ്പോൾ ഇത്രയും ചാൻസ് ആണ് നമുക്ക് ഈ ഓപ്പറേഷൻ സക്സസ് ആവാനുള്ളത് എന്ന് ഡോക്ടർ പറയുന്ന സമയത്ത് സക്സസ് ആവാതിരിക്കാനുള്ള ആ ചാൻസ് ഇല്ലേ, ആ ചാൻസിനെ ആരെങ്കിലും ഏൽപ്പിക്കണ്ടേ? എനിക്ക് സമാധാനം കിട്ടാൻ വേണ്ടി ഇതൊരു 90% സക്സസ് ആവുന്ന ഓപ്പറേഷനാണ്, 10% ഫെയിൽ ആവാനുള്ള സാധ്യതയില്ലേ? ആ 10% സംഭവിക്കരുതേ എന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോൾ എൻ്റെ ആഗ്രഹത്തിന് സാരമില്ല കുഞ്ഞെ, അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറയാൻ എൻ്റെ മനസ്സിൽ ഞാൻ തന്നെ കണ്ടെത്തുന്ന ഹോപ്പാണ് എൻ്റെ വിശ്വാസം. ആ വിശ്വാസത്തിനെയാണ് ഞാൻ ദൈവമായി കാണുന്നത്. പ്രതീക്ഷയാണ് മാൻ, സമാധാനം തരുന്ന ഒന്നാണ്. പക്ഷേ മതത്തിനെ ഇങ്ങനെ ചുരുക്കി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിലെ മതങ്ങളൊക്കെ നിലനിന്ന് പോകുന്നത് ആചാരങ്ങൾ വെച്ചിട്ടാണ്. നമ്മുടെ ഈ മതമാകുമ്പോൾ ഇങ്ങനെയാണ് ആചാരങ്ങൾ, ഇതാണ് ജീവിത രീതി, ഇങ്ങനെ ജീവിച്ചാലേ നിങ്ങൾ ഈ മതത്തിൻ്റെ ആളാവൂ. അങ്ങനെ ദൈവമുണ്ടെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ദൈവം എന്ന് പറയുന്നതിനെ നമ്മൾ ആചരിക്കണം, ഒരു ജീവിതചര്യയായി കൊണ്ട് നടക്കണം എന്ന് പറഞ്ഞാലാണ് മതത്തിനോടൊപ്പം ആളുകളെ പിടിച്ചു നിർത്താൻ പറ്റുക. സോ ഇവിടെ ചിന്തിക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ടാകുന്ന സമയത്ത് മതം എന്ന് പറയുന്ന ആചാരാധിഷ്ഠിത പരിപാടിയിലേക്ക് നിങ്ങൾക്ക് ആളുകളെ ചേർത്ത് നിർത്താൻ പറ്റില്ല. മതത്തിനെ പൊളിറ്റിക്കലി യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, നമ്മുടെ അംഗസംഖ്യ കുറയരുത് എന്ന് ചിന്തിക്കുന്ന ആളുകൾക്കൊക്കെ മീനാക്ഷിയെ പോലെ ചിന്തിക്കുന്ന പുതുതലമുറ ഒരു വലിയ ത്രട്ടാണ്. അവന്മാർക്ക് സഹിക്കൂല. എന്തായാലും ഇങ്ങനൊരു പോസ്റ്റ് ഇട്ടതിന് ശേഷം 26-ാം തീയതി ഒക്ടോബറിൽ മീനാക്ഷി മറ്റൊരു പോസ്റ്റ് ഇടുന്നു. നീതിയും ന്യായവും എങ്ങനെ കാണുന്നു? മുൻപത്തെ ഒരു കമൻറ്റിലെ ചോദ്യമാണ്. അവർക്കൊരു ചോദ്യം കിട്ടി, നീതിയും ന്യായവും എങ്ങനെ കാണുന്നു എന്നുള്ളത്. അവരതിന് കൊടുക്കുന്ന മറുപടി ഇങ്ങനെയാണ്: വിഷയം വളരെ വിശദീകരിക്കേണ്ട ഒന്നാണ്. എനിക്കറിയുന്നത് ചെറുതായി ഒന്ന് വിശദീകരിക്കാൻ ശ്രമിക്കാം. ഇതിൽ മീനാക്ഷിയുടെ സംസാരങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേം എന്ന് പറയുന്നത് ഞാൻ അറിയാൻ ശ്രമിക്കുന്ന ആളാണ്. എനിക്കറിയാവുന്നത് ഇതാണ്. ഈ അറിവ് അവസാനിച്ചു, അതായത് കിട്ടേണ്ട അറിവുകൾ മുഴുവൻ എനിക്ക് കിട്ടി, ബാക്കിയുള്ളവരുടെ അറിവ് തെറ്റാണ് എന്ന് പറയുന്ന അഡ്വക്കേറ്റ് കൃഷ്ണരാജിനെ പോലെയുള്ള ആളുകൾക്ക് ഈ മാറി വരുന്നതിനോ അല്ലെങ്കിൽ മാറ്റമുണ്ടാക്കാൻ ശ്രമിക്കുന്നതിനോ ഒക്കെ ഇതുപോലെ പ്രതിരോധിക്കേണ്ടി വരും. പല കാര്യങ്ങളും ഇട്ടുകൊണ്ട് അവർ അവഹേളിക്കുകയും പുച്ഛിക്കുകയും ഒക്കെയാണ് ചെയ്യുക. അറിയാൻ ശ്രമിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ സംഭവിക്കുന്നില്ല. മീനാക്ഷിയെ പോലെയുള്ള ആളുകളുടെ പ്രത്യേകത, അവരറിയാൻ ശ്രമിക്കുകയാണ്. അവരുടെ അറിവ് പരിപൂർണമായിട്ടില്ല, ഇനിയും അറിയാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ അനാവശ്യമായ വാഗ്വാദങ്ങളിൽ നമുക്ക് മീനാക്ഷിയെ കാണാൻ പറ്റാത്തത്. അവർ സംസാരിക്കുന്നു, അവരുടെ ഭാഗത്തു നിന്ന് വരുന്ന കാര്യങ്ങളിൽ തെറ്റുണ്ട് എന്നുള്ളത് അവർ കൂടി ബോധ്യമാവുന്ന രീതിയിൽ നമ്മൾ ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ തിരുത്താനും, ഇനി തനിക്കറിയാത്ത കാര്യങ്ങൾ പഠിച്ചിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു യുവതലമുറയുടെ പ്രതിനിധിയാണ് മീനാക്ഷി എന്ന് പറയുന്നത്. അതാണ് അവരുടെ വാക്കുകളിൽ, അതായത് എനിക്കറിയുന്നത് ചെറുതായി വിശദീകരിക്കാൻ ശ്രമിക്കാം, അല്ലാതെ കാര്യം എന്താണെന്നുള്ളത് ഞാൻ വിശദീകരിക്കാം എന്നല്ല. എനിക്കറിയാവുന്നത് ഇത്രയാണ്, അത് ഞാൻ വിശദീകരിക്കാൻ ശ്രമിക്കാം. മനുഷ്യൻ അവൻ്റെ ജീവിതം കൂടുതൽ പ്രശ്നരഹിതമായി ഇരിക്കുവാൻ വേണ്ടി കൊണ്ടുവന്നതാണ് നീതിയും ന്യായവും. ഉദാഹരണം, ഇന്നത്തെ ചെറുപ്പക്കാർ നാളത്തെ വയസ്സന്മാരാണ് എന്ന തിരിച്ചറിവിൽ ശക്തമായി ഇരിക്കുമ്പോഴുള്ള സുരക്ഷ അല്ലാത്തപ്പോഴും ഉണ്ടായിരിക്കുക, അഥവാ ശക്തനായിരുന്നപ്പോൾ തനിക്കുണ്ടായിരുന്നതൊക്കെ ആ ശക്തി ക്ഷയിക്കുമ്പോൾ അല്ലെങ്കിൽ തന്നേക്കാൾ ശക്തനായി മറ്റൊരുവൻ വന്ന് കീഴ്പ്പെടുത്തി തൻ്റെതെല്ലാം കൊണ്ടുപോകാതിരിക്കുക എന്നുള്ളതിനുള്ള ബുദ്ധി എന്നാണ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സമൂഹ ജീവിയാണ്. ഇവിടെ നമ്മൾ ഈ പറയുന്ന കാടിൻ്റെ നീതി എന്ന് പറയുന്ന പോലെ ശക്തിയുള്ളവനാണ് എല്ലാം എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിച്ച് ആരോഗ്യം കൂടുതലുള്ളവനെ എല്ലാം സ്വരുക്കൂട്ടി വെക്കുക എന്ന് പറയുന്ന പരിപാടി നിന്ന് മാറി എല്ലാവർക്കും അവനവൻ അധ്വാനിച്ചുണ്ടാക്കുന്നതും അവനവൻ കെട്ടിപ്പടുക്കുന്നതും അവനവനോടൊപ്പം ഉണ്ടാവണം എന്ന് പറയുന്ന ആ ചിന്തയുടെ ഭാഗമായി അതിനെ സംരക്ഷിക്കപ്പെടുക, പൊതുവായ നീതി ഉറപ്പാക്കുക എന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു പരിപാടിയാണിത്. മനുഷ്യൻ വനവാസിയായിരുന്ന കാലത്താവട്ടെ കാട്ടുനീതിയായിരുന്നു. ആധുനിക പൗരബോധത്തിൽ കൂടുതൽ സുരക്ഷിതരായിരിക്കുക എന്നതിനു വേണ്ടി നീതിയും ന്യായവും കൂടുതൽ വ്യക്തതയോടെ പറയേണ്ടി വരുന്നു എന്നതാണ് സത്യം. ആധുനിക പൗരബോധത്തിൽ തുല്യത എന്നൊന്നിനെ നിർവചിക്കുമ്പോൾ ഒരു വീട്ടിലെ പുരുഷൻ ഗ്യാസ് കുറ്റി എടുത്ത് പൊക്കുമെന്ന് പറഞ്ഞാൽ ആ വീട്ടിലെ സ്ത്രീ അതെടുത്ത് പൊക്കണമെന്നില്ല. പുരുഷൻ്റെ പിന്നിലാണ് സ്ഥാനം എന്ന നിലയിലല്ലാതെ തുല്യത എന്ന നീതി. മറ്റൊന്ന്, ഫിസിക്കലി ഡിസേബിൾഡ് ആയ ഒരാൾക്ക് തൻ്റെ വീൽ ചെയറിൽ ഒരു സാധാരണക്കാർക്ക് സാധിക്കുന്നത് പോലെ വീൽ ചെയറിൽ ATMലോ മോളുകളിലോ കോളേജിലോ ബാങ്കുകളിലോ ഒക്കെ എത്താൻ കഴിയും വിധം വീൽ ചെയർ റാമ്പുകൾ ഉറപ്പാക്കി അവരെയും തുല്യതയിൽ എത്തിക്കുക എന്ന ന്യായം. അതായത് നമ്മളിവിടെ ഒരു 4 പേര് 5 പേരുണ്ട്. 5 പേർ പലവിധ കാര്യങ്ങൾ കൊണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള ആളുകളാണ്. നിറത്തിൻ്റെ പേരിൽ, ഉയരത്തിൻ്റെ പേരിൽ, തടിയുടെ പേരിൽ, ആരോഗ്യ അവസ്ഥയുടെ പേരിൽ, ജെൻഡറിൻ്റെ പേരിൽ, അങ്ങനെ പലതരത്തിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള ആളുകളാണ്.
ഈ ആളുകൾക്ക് എല്ലാവർക്കും തുല്യമായ അവകാശം ഉറപ്പാക്കുക എന്നുള്ളതാണ്. എല്ലാവരും ഒരേ പണിയെടുക്കണം, എല്ലാവരും ഇത് ചെയ്തേ പറ്റൂ എന്ന് പറയുന്ന പോലെയല്ല. ഓരോരുത്തരുടെയും കപ്പാസിറ്റി ഉണ്ട്, ഓരോരുത്തരുടെയും കഴിവുകളുണ്ട്. ആ കഴിവുകളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും തുല്യമായ അവകാശം ഇവിടെ ഉറപ്പാക്കുക എന്നുള്ളതാണ്. ഇതിൽ ഈ പോസ്റ്റ് വായിക്കുമ്പോൾ എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്, മീനാക്ഷിയെ പോലെ ഈ ഒരു പ്രായത്തിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടി വീൽ ചെയറിൽ ഇരിക്കേണ്ടി വരുന്ന ഒരാൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കൂടി മനസ്സിലാക്കാനും അവിടെ നമ്മുടെ ഈ ഒരു സാമൂഹിക സെറ്റപ്പിൽ അയാൾക്ക് നിഷേധിക്കപ്പെടുന്ന നീതി എന്താണ് എന്ന് മനസ്സിലാക്കാനും അത് ചൂണ്ടിക്കാണിക്കാനും സാധിക്കുന്ന ഒരളവിലേക്ക് വളരുന്നു എന്ന് പറയുന്നത് എന്തൊരു പ്രതീക്ഷയാണ് അത് നൽകുന്നത്. നമ്മൾ എത്രയോ ഷോപ്പിംഗ് മാളുകളിലും എത്രയോ തിയേറ്ററുകളിലും ഒക്കെ പോകുന്നു. അവിടെ നമുക്ക് ഓടിക്കയറാൻ പറ്റുന്ന ഇടങ്ങളിലേക്ക് ഓടിക്കയറാനാവാതെ പോകുന്ന ആളുകളെ, ആ മനുഷ്യരെ കൂടി കരുതുക, അവരുടെയും കൂടി കൈ പിടിക്കാൻ പറ്റുക എന്ന് പറയുന്നത് അതൊരു ചെറിയ കാര്യമല്ല. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ ചിന്തിക്കുന്ന ഒരു പുതുതലമുറയുടെ റെപ്രസെൻറ്റേറ്റീവിനെ ഏറ്റവും നന്നായിട്ടല്ലേ നമ്മൾ നോക്കിക്കാണേണ്ടത്? നമുക്ക് തോന്നുക ഇതൊക്കെ സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമാണെന്നാണ്. യഥാർത്ഥത്തിൽ ഇത് സമൂഹത്തിൻ്റെ കൂടി ഉത്തരവാദിത്വമാണെന്നതാണ് സത്യം. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ജനങ്ങളുടെ കൂട്ടായ ആവശ്യങ്ങളാണ്. നമ്മൾ ആ ആവശ്യങ്ങൾ നടത്തിത്തരാൻ വേണ്ടിയാണ് അവരെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. സോ ഇത് നമ്മളുടെ ഒട്ടാകെ ഈ സമൂഹത്തിനൊരു ആവശ്യമായി ഇവിടെ അവതരിപ്പിക്കപ്പെടണം. ആ ഒരു തിരിച്ചറിവിൽ നിൽക്കുന്നതുകൊണ്ടാണ് ആ പെൺകുട്ടിക്ക് ഇങ്ങനൊരു സെൻറ്റൻസ് എഴുതാൻ പറ്റുന്നത്. ഒരു നാട്ടിലുള്ള സൗകര്യങ്ങൾ ആ നാട്ടിലുള്ളവരെയും അഭിമാനാർഹരാക്കും. ഉദാഹരണം, നമ്മുടെ നാട്ടിലെത്തുന്ന അമേരിക്കൻ ടൂറിസ്റ്റുകളെയും മറ്റും കാണുമ്പോൾ അവരെന്തോ ഉയർന്ന നിലയിലാണ് എന്ന ഫീൽ അവർക്കും നമുക്കും. ഏതാണ്ട് ഇതേ ഫീൽ മറ്റ് സ്റ്റേറ്റുകളിൽ നാം പോകുമ്പോൾ നമുക്കും തോന്നാറുണ്ട് എന്നതാണ് സത്യം. ഒരു സൊസൈറ്റി എന്നുള്ള രീതിയിൽ നമ്മൾ എത്രത്തോളം പുരോഗമിക്കുന്നു എന്നുള്ളത് നമ്മുടെ ഈ സൊസൈറ്റിയുടെ ഭാഗമായിട്ടുള്ള എല്ലാവർക്കും അഭിമാനം നൽകുന്ന ഒന്നാണ്. ചുരുക്കത്തിൽ നമ്മൾ മാത്രമല്ല ജീവിക്കേണ്ടത്, അപ്പുറത്തിരിക്കുന്ന ആളും നമ്മളെപ്പോലെ പ്രധാനമാണ് അഥവാ തുല്യരാണ്, നമ്മൾ ശല്യമാവരുത് എന്ന നീതിയും ന്യായവും സ്വയം തോന്നിയാൽ ജീവിതം സുന്ദരം. അവനവൻ്റെ കാര്യങ്ങൾ നന്നായി നോക്കുക, മറ്റുള്ളവനെ അവനവൻ്റെ ജീവിതം നന്നായി ജീവിക്കാൻ അനുവദിക്കുക, അതിനകത്ത് അനാവശ്യമായി ഇടപെടാതിരിക്കുക. ബേസിക് സിവിക് സെൻസിനെ കുറിച്ചാണ് മീനാക്ഷി ഇവിടെ സംസാരിക്കുന്നത്. വളരെ എംപത്തറ്റിക്കായി ചിന്തിക്കാൻ കഴിയുന്നൊരു സമൂഹത്തിന് മാത്രം, മറ്റുള്ളവനെ കൂടി പരിഗണിക്കുന്ന ആളുകൾക്ക് മാത്രമേ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സമൂഹത്തിന് മാത്രമേ സിവിക് സെൻസ് അത് എക്സിബിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ചെറിയ ഉദാഹരണം പറയാം. നമ്മുടെ നാട്ടിൽ ഒരുപാട് പബ്ലിക് ടോയ്ലറ്റുകളുണ്ട്. നമ്മുടെ നാട്ടിലെ പബ്ലിക് ടോയ്ലറ്റുകൾ ഏറ്റവും മോശമായ രീതിയിൽ പെയിൻ്റ് അടിച്ചിട്ടല്ല നമ്മൾ ഈ കാണുന്ന ഒരു പബ്ലിക് ടോയ്ലറ്റിനകത്ത് നമുക്ക് കയറാൻ പറ്റില്ല, സ്മെല്ല് കൊണ്ട് കയറാൻ പറ്റില്ല. അത് ആരും ക്ലീൻ ചെയ്യാതെ വളരെ മോശമായി കിടക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ആ പരിസരത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. പക്ഷേ ആ രീതിയിലല്ല നമുക്കത് തന്നത്. അത് തരുമ്പോൾ അതൊരു നല്ല ടോയ്ലറ്റായിരുന്നു. അത് കഴുകാൻ വേണ്ടിയിട്ടുള്ള വെള്ളം അവിടെ ഉണ്ടായിരുന്നു. അവിടെ യൂസ് ചെയ്യുന്ന ആളുകൾ പാലിക്കേണ്ട മര്യാദകൾ എഴുതി ഒട്ടിച്ചു വെച്ചിട്ടുണ്ടാവും. പക്ഷേ സംഭവിക്കുന്നത്, അതിൽ കയറുന്ന ഓരോ ആളും അവനവൻ്റെ ആവശ്യം കഴിയുമ്പോൾ ബാക്കിയുള്ളതിനെക്കുറിച്ച് പരിഗണിക്കാതെ എനിക്ക് ശേഷം മറ്റൊരാൾ ഇവിടെ വരാനുണ്ട്, സോ ഞാൻ ഈ ടോയ്ലറ്റ് യൂസ് ചെയ്തപ്പോൾ അതിൻ്റെ ഭാഗമായി ഇവിടെ സംഭവിച്ചിട്ടുള്ള എന്ത് കാര്യമാണെങ്കിലും അത് ക്ലിയർ ചെയ്തിട്ട് പോകുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ഇത് നന്നായി പരിചരിക്കുക എന്ന് പറയുന്നത് എനിക്ക് പിന്നാലെ വരുന്ന, അത് ചിലപ്പോൾ അടുത്ത ജനറേഷൻ ആവാം, ചിലപ്പോൾ തൊട്ടടുത്ത് കയറാൻ നിൽക്കുന്ന ആളാവാം, ആരെയാണെങ്കിലും അടുത്തവനെ പരിഗണിക്കുക, ഇത് അവന് കൂടി ഉള്ളതാണ് എന്ന് മനസ്സിലാക്കുക. അങ്ങനെയുള്ള ഒരു സൊസൈറ്റിക്ക് ഇതേ ടോയ്ലറ്റ്, പബ്ലിക് ടോയ്ലറ്റ് അവൈലബിൾ ആക്കി കഴിഞ്ഞാൽ അതെന്നും ക്ലീൻ ആയിട്ടിരിക്കും. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് അതല്ല. എൻ്റെ കാര്യം കഴിഞ്ഞു, എടോ ഒരു കപ്പ് വെള്ളമെടുത്തൊഴിക്കാൻ മടിക്കുന്ന, ഇത് പറയുമ്പോൾ ഭയങ്കര മോശമാണ്, ഇത് പറയാൻ പറ്റുമോയെന്നറിയില്ല, ഒന്ന് ഉന്നം വെച്ച് അതെങ്കിലും ചെയ്തൂടെ എന്ന് ചോദിക്കാൻ തോന്നുന്ന അത്രയും മോശമായി, അത്രയും വൃത്തിഹീനമായി പബ്ലിക് ടോയ്ലറ്റ്സ് യൂസ് ചെയ്യുന്ന, അടുത്തവനെ കൺസിഡർ ചെയ്യാത്ത, നമ്മളത് കൺസിഡർ ചെയ്യണം എന്ന് ഈ ജനറേഷനിൽ ഒരു പെൺകുട്ടി നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ആ സിവിക് സെൻസിന് വേണ്ടി, അതിന് വേണ്ടുന്നതായ ആധുനിക പൗരബോധത്തിന് വേണ്ട വിദ്യാഭ്യാസവും മറ്റ് സൗകര്യങ്ങളും ഉറപ്പാക്കിയാൽ മതിയാവും. മിക്ക വികസിത, പ്രത്യേകിച്ച് സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ ഈ നിലയിലാണ് എന്ന് കാണാം. എന്തുകൊണ്ടും സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾക്ക് തുല്യമാവാൻ സകല സാധ്യതകളും നിലനിൽക്കുന്ന നാട് തന്നെയാണ് കേരളം മനസ്സ് വെച്ചാൽ അതാണ്. നമ്മളൊരു സൊസൈറ്റി ആയിട്ട് ചിന്തിക്കണം. ഇവിടെ നമ്മുടെ സ്റ്റേറ്റ് മാത്രം വിചാരിച്ച്, നമ്മുടെ ഗവൺമെൻറ് മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും മാറില്ല. നമ്മളെല്ലാവരും മനസ്സ് വെക്കണം, നമ്മളെല്ലാം അടുത്തുള്ളവനെക്കുറിച്ച് ചിന്തിക്കണം, നീതിബോധം ഉണ്ടാവണം, അവർക്കും നീതിയും ന്യായം അർഹിക്കുന്നതാണ് എന്ന ചിന്തയുണ്ടാവണം. അതിനെക്കുറിച്ചൊരു പെൺകുട്ടി ഇരുന്ന് പറയുമ്പോഴും അവളെ കുറ്റക്കാരിയാക്കാൻ, ചെറിയ വായിൽ വലിയ വർത്താനം പറയുന്നവളാക്കാൻ, കാക്ക കൊത്തിക്കൊണ്ടുപോകാൻ സാധ്യതയുള്ള ഒരുവളാക്കി ചിത്രീകരിക്കാൻ വേണ്ടി ഇവിടെ കുറേ ആളുകൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മീനാക്ഷിയുടെ മൂന്നാമത്തെ
വളരെ പ്രധാനപ്പെട്ട ഒരു അപരാധം എന്ന് ഈ യൂണിവേഴ്സിലുള്ളവർക്ക് ഫീൽ ചെയ്ത അടുത്ത കാര്യം, അഡ്വക്കേറ്റ് കൃഷ്ണരാജിന് യൂണിവേഴ്സിൽ ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം, വർണ്ണവ്യവസ്ഥയെക്കുറിച്ച് ഈ പെൺകുട്ടി സംസാരിച്ചു. 2025 വർണ്ണവ്യവസ്ഥയെക്കുറിച്ച് അതിൽ പ്രശ്നമുണ്ട് എന്നൊരു പെൺകുട്ടി ചൂണ്ടിക്കാണിക്കുമോ? നമ്മളെങ്ങനെ സഹിക്കും അത് എന്ന് വിരളി പിടിക്കാൻ വേറെ എന്തെങ്കിലും വേണോ? കേരളത്തിൽ ഒന്നാമതേ ജാതിയില്ല, മതമില്ല, നമ്മൾ ഭയങ്കര അങ്ങോട്ട് പൊക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പെൺകുട്ടി പറയുന്നു ഇവിടെ വർണ്ണവ്യവസ്ഥ നിലനിന്നിരുന്നു, ഹിന്ദു മതാചാരത്തിലെ ഇപ്പോഴും നിലനിൽക്കുന്ന പ്രശ്നങ്ങളുടെ അടിസ്ഥാനം ഇതാണ് എന്നൊക്കെ ഒരാൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കൊക്കെ എത്തിപ്പോകും. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: വർണ്ണമില്ലാത്ത വർണ്ണ പിരമിഡ്, ചില ചിന്തകൾ. MG യൂണിവേഴ്സിറ്റിയുടെ BA ഇംഗ്ലീഷ് ഓണേഴ്സ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ, വിദ്യാർത്ഥിയാണ് എന്നുള്ളത് അവിടെ ചൂണ്ടിക്കാണിക്കപ്പെടേണ്ടത് വളരെ ആവശ്യമാണെന്ന് എനിക്കും തോന്നുന്നു. കാരണം നമ്മളെപ്പോഴും നമ്മുടെ പുതിയ ജനറേഷനെ കുറിച്ച് പറയുന്നത് രാഷ്ട്രബോധവും രാഷ്ട്രീയ ബോധവും ഇല്ലാത്ത, ചിന്തകളില്ലാത്ത, കടന്നു വന്ന വഴികളെക്കുറിച്ച് ധാരണയില്ലാത്ത, ചരിത്രാവബോധമില്ലാതെ ഇങ്ങനെ വെറുതെ തേരാപ്പാര നടക്കുന്ന ആളുകളായിട്ടാണ്. പക്ഷേ അങ്ങനെ അല്ലാത്ത പൊളിറ്റിക്കലായ ഒരു ജനറേഷൻ ഇവിടെ വളർന്നു വരുന്നുണ്ട് എന്നതിൻ്റെ സൂചനയാണത്. സോ MG യൂണിവേഴ്സിറ്റിയുടെ BA ഇംഗ്ലീഷ് ഓണേഴ്സ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ഈ ഇടയ്ക്ക് രാജേശ്രീ ഗോഡിയുടെ റിസസ് ആൻഡ് ഓഫറിംഗ് എന്ന പാഠഭാഗം ശ്രദ്ധയിൽപ്പെട്ടതിനാൽ ഇത്തരം ഒരു ചിന്തയ്ക്ക് അത് കാരണമായി. റിസസിൻ്റെ സാരാംശം ഇതായിരുന്നു: ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു കുട്ടി അവൻ്റെ വിശപ്പിനെ പോലും ഭയക്കുന്നു. കാരണം സ്കൂളിൽ നിന്നും ഭക്ഷണം തേടി പുറത്തു പോയ കുട്ടി തൻ്റെ ജീവൻ നിലനിർത്താനുള്ള ഭക്ഷണം തേടി പോകുമ്പോഴും തിരിച്ചെത്തുമ്പോഴുള്ള ടീച്ചറിൻ്റെ പണിഷ്മെൻറ്റിനെ അവൻ ഭയക്കുന്നു. ഇങ്ങനെ ഒരു കാലം നമുക്കുണ്ടായിരുന്നുവെന്ന് പലപ്പോഴായി അഥവാ പല സാഹചര്യങ്ങളിലായി കേൾക്കേണ്ടി വന്നിട്ടുള്ളവരാണ് നമ്മളിൽ പലരും. എന്നാൽ ഇതേ കാലഘട്ടത്തിൽ തന്നെ ഏതാണ്ട് 8ാം ക്ലാസ് മുതൽ നമ്മൾ പഠിക്കേണ്ടി വരുന്ന വർണ്ണ പിരമിഡുകളും ഇതിനോടൊപ്പം ശ്രദ്ധയിൽപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നെഴുതിയതിന് ശേഷം തൊട്ടു താഴെയായി ഇപ്പോഴും നിലനിൽക്കുന്ന ദളിതൻ, അൺടച്ചബിൾസ് എന്ന പദം അന്നും ഇന്നും എന്നെ അലോസരപ്പെടുത്തുന്നു. അതിനോടൊപ്പം മറ്റൊരു ബ്രാക്കറ്റിൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വിഭാഗം എന്നുകൂടി ചേർത്തിരുന്നുവെങ്കിൽ എന്നത് കുറച്ചു നാളുകൾക്ക് മുമ്പ് ഒരു 13 വയസ്സുകാരിയുടെ ആഗ്രഹമായിരുന്നുവെങ്കിൽ ഇന്ന് ശരിയായ അറിവാർജിക്കുക എന്നത് ഒരു വിദ്യാർത്ഥിയുടെ അവകാശമായി തീർന്നിരിക്കുന്നു. ഈ വർണ്ണ പിരമിഡ് അത് സ്കൂളുകളിൽ എങ്ങനെ പഠിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് മീനാക്ഷി ഈ ഒരു കാര്യത്തെ ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കണമെന്ന് തോന്നുന്നു. ഇന്ത്യയിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥ ഇതായിരുന്നു എന്ന് പറഞ്ഞ് ഒരു അധ്യാപകനോ അധ്യാപികയോ ഇത് ക്ലാസ്സിൽ അവതരിപ്പിക്കുന്നു. ഇത് അവതരിപ്പിക്കുന്നതിന് മുമ്പ് ഇതിവിടെ തുടർന്ന് പോന്നിരുന്നതാണ്, ഒരു തരത്തിലും ആവർത്തിക്കപ്പെടാൻ പാടില്ലാത്തതാണ്, ഇന്ന് ഈ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മനുഷ്യരെ നോക്കിക്കാണരുത് എന്നുള്ള മുന്നറിയിപ്പുകൾ എത്ര അധ്യാപകർ ക്ലാസ്സിൽ കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു ചോദ്യമുണ്ട്. കുട്ടികളുടെ അവരുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് ക്യൂരിയോസിറ്റിയാണ്. നിങ്ങൾ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യം പറഞ്ഞു കൊടുത്താൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ അവർ ശ്രമിക്കും. ഇപ്പോൾ ജനഗണമന സിനിമയിലടക്കം ചൂണ്ടിക്കാണിച്ചിട്ടുള്ള, അതിനു മുമ്പ് ഫേസ്ബുക്കിൽ ഒരുപാട് പേര് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ഒരു പാഠഭാഗമുണ്ട് കുട്ടികൾക്ക് പഠിക്കാൻ കൊടുക്കുക, അഗ്ലി ആൻഡ് ബ്യൂട്ടി. ഇതാണ് വ്യത്യാസം കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ബ്യൂട്ടി എന്ന് പറയുമ്പോൾ നല്ല വെളുത്തൊരു സ്ത്രീയാണ്, നല്ല പുതിയ വസ്ത്രമൊക്കെ ധരിച്ചിട്ടുള്ള ഒരു ഫോട്ടോയാണ് കൊടുക്കുക. അഗ്ലി എന്ന് പറയുമ്പോൾ ഒരു കറുത്ത സ്ത്രീയാണ്, അവരുടെ വസ്ത്രമൊക്കെ മുഷിഞ്ഞ രീതിയിലാണ്, മുടിയൊക്കെ പാറി പറന്നിട്ടുള്ള രീതിയിലാണ്. ഇതിനെ അഗ്ലി എന്ന് പറയുമ്പോൾ ഇതൊരു ക്ലാസ്സിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടികൾ ആദ്യം നോക്കുക നമ്മുടെ കൂട്ടത്തിൽ എന്തൊക്കെയാണ് ബ്യൂട്ടി, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ എന്തൊക്കെയാണ് അഗ്ലി. ഈ പറയുന്ന കറുത്ത നിറമുള്ള ഒരു കുട്ടി ആ ക്ലാസ് മുറിയിലുണ്ടെങ്കിൽ ആ മൊമെൻ്റ് മുതൽ മറ്റു കുട്ടികളുടെ മുഴുവൻ മുന്നിൽ ആ കുട്ടി അഗ്ലിയാണ്. അതിലും വലിയ ഭീകരത ആ കുട്ടിയുടെ ഉള്ളിൽ ആ കുട്ടി അഗ്ലിയായി മാറുന്നു എന്നുള്ളതാണ്. ഈ പാഠപുസ്തകങ്ങളൊക്കെ ഇപ്പോഴും ഇങ്ങനെയാണോ തുടരുന്നതെന്ന് അറിയില്ല, പക്ഷേ കുട്ടികൾ ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കും. നിങ്ങൾ വർണ്ണ പിരമിഡ് വരച്ച് കുട്ടികൾക്കിത് കാണിച്ചു കൊടുക്കുമ്പോൾ ബ്രാഹ്മണരെന്ന് പറയുന്നത് അവർ പ്രീസ്റ്റും അതുപോലെ തന്നെ അക്കാഡമിക്സ്, അതായത് പഠിപ്പിക്കുന്ന ആളുകളായി തുടരുന്നു എന്ന് പറയുമ്പോൾ കുട്ടികൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ തൊഴിലും ഇത് ചെയ്യുന്ന ആളുകളും എന്നുള്ള രീതിയിലാണ്. ക്ഷത്രിയർ എന്ന് പറയുന്നത് വാരിയേഴ്സ് ആയിരുന്നു, അവർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയിട്ടുണ്ട്, റൂളേഴ്സ്, അതായത് ഭരിക്കുന്ന ജോലികൾ, ഭരണപരമായ കാര്യങ്ങൾ നിർവഹിക്കുന്നത് അവരാണ്, യോദ്ധാക്കൾ അവരായിരുന്നു എന്ന് പറയുമ്പോൾ കുട്ടികൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നത് ഇവരിൽ ആരൊക്കെയാണ്, അല്ലെങ്കിൽ ഈ ചുറ്റുവട്ടത്ത് ആരൊക്കെയാണ് ക്ഷത്രിയർ എന്നൊക്കെ ഉള്ളതാണ്. നിങ്ങളിത് ക്ഷത്രിയരും വൈശ്യരും ശൂദ്രരും ഒക്കെ പറഞ്ഞതിന് ശേഷം ദളിത് എന്നെഴുതി ബ്രാക്കറ്റിൽ അൺടച്ചബിൾസ് എന്ന് ഇന്നും എഴുതുന്ന ആ അൺടച്ചബിൾസ്, അവിടെയാണ് മീനാക്ഷി ചോദിക്കുന്നത് എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്ന എന്നുകൂടി ഒരു ബ്രാക്കറ്റ് അവിടെ ആഡ് ചെയ്തിരുന്നെങ്കിൽ എന്നാണ്. ഈ ചിന്ത 13ാം വയസ്സിലാണ് മീനാക്ഷിയുടെ ഉള്ളിൽ കടന്നുകൂടുന്നത്. 8ാം ക്ലാസ്സിൽ ഈ പാഠഭാഗം പഠിക്കുമ്പോൾ അന്ന് അവർക്കതൊരു ആഗ്രഹമായിരുന്നെങ്കിൽ ഇന്ന് അവരുടെ അവകാശമായി, ഇതിനെ ചോദ്യം ചെയ്യാനുള്ള ഒരു അവകാശമായി അവർ മനസ്സിലാക്കുന്നുണ്ട്. ഈ വളർച്ചയുണ്ടല്ലോ, ഇതാണ് അഡ്വക്കേറ്റ് കൃഷ്ണരാജിനെ പോലെയുള്ള ആളുകൾക്ക് സംഭവിക്കാത്തത്. പുള്ളി അന്നും കൊത്തമ്മന്നെ കാക്കേനെ ആലോചിച്ചിരിക്കുകയായിരുന്നു, ഇന്നും കൊത്താൻ പോണ കാക്കേനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഇതിൽ ഈ അൺടച്ചബിൾസ്, ദളിത്സ് എന്ന് പറഞ്ഞിട്ട് ഈ മീനാക്ഷി അതിൻ്റെ ഒരു
പിരമിഡ് ചാർട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. ദളിറ്റ്സ് അൺടച്ചബിൾസ് എന്ന് ബ്രാക്കറ്റിൽ എഴുതിയിട്ട് സ്ട്രീറ്റ് സ്വീപ്പേഴ്സ് ലാട്രിൻ ക്ലീനേഴ്സ് എന്ന് അതിൽ എഴുതിയിട്ടുണ്ട്. സോ നമ്മളിത് ഏതെങ്കിലും ഒരു സാധാരണ സർക്കാർ സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്ത് അവിടെ തെരുവിൽ ജോലി ചെയ്യുന്ന സ്ട്രീറ്റ് സ്വീപ്പേഴ്സായിട്ട് ജോലി ചെയ്യുന്ന ഒരു പക്ഷേ കയറി കിടക്കാൻ നല്ലൊരു കൂര പോലും ഇല്ലാത്ത ഒരു കുട്ടിയെ ഈ ക്ലാസ് മുറിയിലുള്ള മറ്റെല്ലാ കുട്ടികളും ഐഡൻറ്റിഫൈ ചെയ്യാണ് ചെയ്യുന്നത്. അവർ ഈ വർണ്ണ സിസ്റ്റത്തിലെ ഏറ്റവും മോശക്കാരായിരുന്ന, മോശമായി ട്രീറ്റ് ചെയ്യപ്പെട്ടിരുന്ന, ഇപ്പോഴും ബ്രാക്കറ്റിൽ അൺടച്ചബിൾസ് എന്ന് എഴുതിയിരിക്കുന്ന അവരാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ ഈ വർണ്ണ പിരമിഡ് പഠിപ്പിക്കുകയാണെങ്കിൽ അതിനു മുമ്പ് സകലമാന വാണിംഗും കൊടുത്ത് കുഞ്ഞുങ്ങളെ ഇത് ആദ്യം മനസ്സിലാക്കിക്കണം. വർണ്ണ വ്യവസ്ഥ കുട്ടികളെ പഠിപ്പിക്കരുത് എന്നൊന്നും അല്ല ഈ പറയുന്നതിൻ്റെ അർത്ഥം. നമ്മൾ ചരിത്രം കുട്ടികളെ പഠിപ്പിക്കണം. ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നാട്ടിലെ അവസ്ഥ. ഇവിടെ നിലനിന്നിരുന്ന ദുരാചാരങ്ങൾ ഇതൊക്കെ ആയിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന നീതി നിഷേധത്തിൻ്റെ കഥകൾ ഇതൊക്കെയായിരുന്നു. അവകാശം നിഷേധിക്കപ്പെട്ട ഒരു ജനവിഭാഗം ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടി. നമ്മൾ ഇന്നൊരു ജനാധിപത്യ രാഷ്ട്രമായി മാറിയിരിക്കുകയാണ്. ഇവിടെ എല്ലാ മനുഷ്യർക്കും തുല്യ അവകാശമാണുള്ളത്. തുല്യ നീതിയും ന്യായവുമാണ് നടപ്പാക്കപ്പെടേണ്ടത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അതിവിടെ നടപ്പാക്കപ്പെടുന്നില്ല. നമ്മൾ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ഇത് അന്ന് നിലനിന്നിരുന്ന ദുരാചാരമായിരുന്നു. നമ്മൾ ആ അവസ്ഥയിൽ നിന്ന് മാറേണ്ടതാണ്. പക്ഷേ ഇന്നും ഈ ദുരാചാരത്തിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്ന ഒരു സമൂഹം ഇവിടെയുണ്ട്. അവരെ കൂടി ചേർത്ത് നിർത്താനാണ് ഈ വിദ്യാഭ്യാസം നിങ്ങളെ പ്രാപ്തരാക്കുന്നത്. ഈ ചരിത്രബോധം, ചരിത്രത്തിൽ നടന്നിട്ടുള്ള നീതി നിഷേധങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു മാർഗ്ഗമാണ്. ഇന്ന് കുട്ടികളെ നമുക്ക് കൺവിൻസ് ചെയ്തെടുക്കാൻ പറ്റണം. ഇവിടെ അത് സംഭവിക്കുന്നില്ല. ഇപ്പോഴും ബ്രാക്കറ്റിൽ അൺടച്ചബിൾസ് എന്നാണ് എഴുതുന്നത്. അൺടച്ചബിൾസ് എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്ന എന്ന് എഴുതാൻ എന്തുകൊണ്ടാണ് മടിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇത്രയും വൈകുന്നത്? അതൊരു സിമ്പിൾ കാര്യമല്ലേ നമുക്ക് തോന്നും. ഒരു ടെക്സ്റ്റ് ബുക്കിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നു, അതിനുശേഷം അവർ വേണമെങ്കിൽ മനസ്സിലാക്കിക്കോളുമല്ലോ എന്നൊക്കെ വേണമെങ്കിൽ വിചാരിക്കാം. പക്ഷേ കൂടെ ജീവിക്കുന്ന മനുഷ്യനെ, അവൻ അനുഭവിക്കുന്ന പെയിനെ തിരിച്ചറിയുന്ന ഒരാൾക്ക് മാത്രമാണ് ഈ വാക്കുകളെ പോലും എതിർക്കേണ്ടതാണ് എന്നുറക്കെ പ്രഖ്യാപിക്കാൻ പറ്റുക. ഇതെല്ലാം പറയുമ്പോഴും കേരളത്തിൽ ജാതിയിലിടൂ, നിങ്ങളിങ്ങനെ ജാതി പറയല്ലേ, ആ റിസർവേഷൻ എടുത്തു കളഞ്ഞാൽ തീരാവുന്നേ ഉള്ളൂ, അല്ലാതെ ഇവിടെ ജാതിയില്ല എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയെ അധിക്ഷേപിക്കാൻ പറയുന്നത് അയാളോട് തെങ്ങിക്കയറാൻ പോകാൻ പറയാനാണ്. കാരണം അയാളുടെ ജാതിയാണ്. കേരളത്തിലെ മുൻ ദേവസ്വം മന്ത്രിയെ അധിക്ഷേപിക്കാൻ ഉപയോഗിച്ചത് അയാളുടെ ജാതിയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കേരള സർവകലാശാലയിൽ നടന്ന സമരം എന്തിനായിരുന്നു എന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ പത്രം വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ചിന്താശേഷിയുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും കേരളത്തിൽ ജാതി ഉണ്ടോ ഇല്ലയോ എന്ന്. നിങ്ങളെല്ലാ വിദ്യാർത്ഥികളോടും ചോദിക്കണം. നിങ്ങൾ ഈ നാട്ടിലെ MPhil കഴിഞ്ഞിട്ടുള്ള, ഡോക്ടറേറ്റ് കൈ കിട്ടിയിട്ടുള്ള എല്ലാവരും ഒന്ന് എണ്ണിപ്പെറുക്കി അന്വേഷിച്ച് നോക്കണം. അതിൽ എത്ര ദളിതരായിട്ടുള്ള ആളുകൾ ഇന്നും ജോലി കിട്ടാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു എന്നുള്ളത്, അവരർഹിക്കുന്ന അംഗീകാരങ്ങൾ അവിടെ തേടി എത്തുന്നില്ല എന്നുള്ളത്, അത് ഒരൊറ്റ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇതുപോലെ എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. അങ്ങനെയുള്ള നാട്ടിൽ ജാതിയില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് സാമൂഹ്യ ബോധത്തിൽ വളരെ വലിയൊരു കുറവുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഭാഗ്യവശാൽ മീനാക്ഷിയെ പോലെ പുതിയ ജനറേഷൻ്റെ ഭാഗമായ കുറച്ച് ആളുകളിൽ ആ ബോധമുണ്ട്, ആ ബോധ്യമുണ്ട്. വാസ്തവത്തിൽ ശരിയും തെറ്റുമെല്ലാം അവനിലോ ഇവനിലോ അല്ല, മറിച്ച് എന്നിലോ നിന്നിലോ ആണ് നിലനിൽക്കുന്നത് എന്ന ബോധ്യം ചില തിരുത്തലുകൾക്കെങ്കിലും വഴിയൊരുക്കിയേക്കാം. കാലത്തിനെയോ ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹത്തിനെയോ മാത്രം വഴിചാരി മാറാൻ ആഗ്രഹിക്കാത്ത മാനുഷിക മൂല്യങ്ങൾ മനസ്സിലാക്കി ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ വരും തലമുറയ്ക്ക് ജാതി വേർതിരിവുകൾ തിരിച്ചറിയാതിരിക്കാനായാൽ അതിനെ ഒരു വിദ്യാഭ്യാസ കുറവായല്ല, മറിച്ച് ഒരു സമൂഹത്തിൻ്റെ വിജയമായി കണക്കാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് മീനാക്ഷി എഴുതുന്നത്. ഞാൻ പറയുന്നത് ജാതി തിരിച്ചറിയാൻ പറ്റാത്തൊരു സമൂഹം എന്നല്ല, അങ്ങനൊരു സമൂഹമായി നമ്മൾ മാറാൻ എത്രയോ പതിറ്റാണ്ടുകൾ, ചിലപ്പോൾ നൂറ്റാണ്ടുകൾ തന്നെ എടുത്തു എന്ന് വരും. കാരണം ഇവിടെ എല്ലാം സംഭവിക്കുന്നത്, എല്ലാം തീരുമാനിക്കപ്പെടുന്നത്, എല്ലാം വീതം വയ്ക്കപ്പെടുന്നത് ഇതൊക്കെയും ജാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അതിനെ നമുക്ക് മറികടക്കണമെങ്കിൽ നമ്മൾ അത്രയും ശക്തമായ മുന്നേറ്റങ്ങൾ ഇവിടെ ഉണ്ടാവേണ്ടതുണ്ട്. ഒരു പക്ഷേ മീനാക്ഷി അടക്കമുള്ള പുതിയ ജനറേഷനിലെ ആളുകളുടെ വലിയ പോരാട്ടങ്ങൾ ആ യാത്ര കുറച്ചും കൂടി ഷോർട്ടാക്കിയേക്കാം, കുറേ കൂടി പെട്ടെന്നത് സംഭവിച്ചേക്കാം. പക്ഷെ അപ്പോഴും നമ്മൾ ജാതിയെ മനസ്സിലാക്കണം. ജാതി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാവണം. ഇവിടെ ജാതീയമായ വേർതിരിവുകളുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരാൾക്കാണ് വളരെ ഇൻവിസിബിളായി ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ജാതിയെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ പുറമേ നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ലാതെ സമത്വ സുന്ദരമായി നിൽക്കുന്ന ഈ കേരളത്തിൽ ഒരു വലിയ വിഭാഗം ആളുകൾ മാറ്റി നിർത്തപ്പെടുന്നുണ്ട്. അത് മനസ്സിലാക്കി ഇതിങ്ങനെ ഒന്ന് ഇവിടെ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് അതിനെതിരെയാണ് നമ്മൾ പോരാടേണ്ടത്. ഇവിടെ അങ്ങനെ ഒന്നും ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒന്നിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യാതിരുന്നാൽ അത് ഇല്ലാതാവും എന്നല്ല. പാഠപുസ്തകങ്ങളിൽ നിന്ന് ഈ പറയുന്ന റിസർവേഷൻ അടക്കമുള്ള കാര്യങ്ങൾ എടുത്തു മാറ്റിയിട്ട് പിറ്റേ ദിവസം മുതൽ ജാതി ഇല്ലാതാവോ? ഇനി ജാതി എന്നൊരു കോളമില്ല എന്ന് ഇന്ത്യ ഗവൺമെൻറ് പ്രഖ്യാപിച്ചാൽ പോലും ജാതി ഇവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും. അതൊരു ഇൻവിസിബിൾ ലൈനാണ്, ഒരു ഇൻവിസിബിൾ നിയമാവലിയാണ്. അതിനെ ആദ്യം നമ്മൾ
കാണണം, അതിനൊന്ന് വിസിബിൾ ആക്കണം, എന്നിട്ട് അതിനെതിരെ പോരാടണം. നമുക്കും ആഗ്രഹമുണ്ട് മീനാക്ഷി പറയുന്നത് പോലെ ഈ ജാതിയുടെ വേർതിരിവുകൾ തിരിച്ചറിയാനാവാത്ത ഒരു ജനറേഷനായി നമ്മൾ മാറുകയാണെങ്കിൽ വർഗ വർണ്ണ ലിംഗ ഭേദമന്യേ ആളുകളെ അവരുടെ സ്വഭാവം കൊണ്ട്, അവരുടെ പെരുമാറ്റ രീതി കൊണ്ട് മാത്രം അളക്കുന്ന അങ്ങനെ ഒരു കാലം വരണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. അതൊരു വളരെ സുന്ദരമായിട്ടുള്ള ലോകം തന്നെയാണ്. ഞാനും ആ ലോകം സ്വപ്നം കണ്ടിരുന്ന ഒരാളാണ്. അതിനുവേണ്ടി വളരെയധികം ശബ്ദമുയർത്തുന്ന, ഇനിയും ഉയർത്താൻ തയ്യാറായിട്ടുള്ള ഒരാളാണ്. പക്ഷെ അതിന് മീനാക്ഷിക്ക് ഉണ്ടാവുന്നത് പോലെ ഒരു ചരിത്രാവബോധം പരമാവധി ആളുകളിലേക്ക് എത്തേണ്ടതുണ്ട്. അതിനോടൊപ്പം ഇന്നിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ജാതി പറയാതിരിക്കുക, അറിയാതിരിക്കുക എന്നുള്ളത് ജാതിക്കെതിരെയുള്ള പോരാട്ടമാവുന്നില്ല. അറിഞ്ഞ് വെളിച്ചത്ത് കൊണ്ടുവന്ന് പോരാടുക എന്നുള്ളതാണ് പ്രാധാന്യം. സോ നമ്മൾ ചരിത്രം അറിഞ്ഞേ പറ്റുള്ളൂ, അതിനോടൊപ്പം നിലവിലെ സാഹചര്യത്തെക്കുറി മനസ്സിലാക്കിയേ പറ്റുള്ളൂ. അങ്ങനെയുള്ള പോരാട്ടങ്ങളിലൂടെ മീനാക്ഷിയൊക്കെ സ്വപ്നം കാണുന്നത് പോലത്തെ ഒരു ലോകമായിട്ട് നമുക്ക് മാറാൻ പറ്റട്ടെ. പക്ഷേ ആ തിരിച്ചറിവിന് വേണ്ടി ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ തൻ്റെ തിരിച്ചറിവുകളെ ഈ ലോകത്തോട് വിളിച്ചു പറയുന്ന മീനാക്ഷിയെ പോലെയുള്ള ആളുകളെ കാക്കക്കാലി കയറ്റിവിടാൻ വേണ്ടി കഷ്ടപ്പെടുന്ന അഡ്വക്കേറ്റ് കൃഷ്ണരാജിനെ പോലെയുള്ള ആളുകൾ ഇങ്ങനെ പോസ്റ്റുകൾ ഇട്ടുകൊണ്ടേയിരിക്കും. അതൊന്നും മീനാക്ഷിയെ പോലുള്ളവരെ ബാധിക്കാൻ പോകുന്നില്ല എന്നുള്ളത് നമുക്കറിയാം. സൈബർ അറ്റാക്ക് എന്ന് പറയുന്നത് ഈ പറയുന്ന പല ആളുകളും, ഇവരുടെ കുറേ യൂണിവേഴ്സിൽ പെടുന്ന ആളുകളൊക്കെ അഴിച്ചുവിടുമ്പോൾ ഇവരുടെ വിചാരം ഇവർ പേടിക്കുന്ന പോലെ എല്ലാവരും പേടിക്കുന്നതാണ്. പക്ഷേ നമ്മുടെ ഇന്നിൻ്റെ കുട്ടികൾ ഇതും ഇതിനപ്പുറവും അവർ മുട്ടിലെഴിയുമ്പോൾ ഫേസ്ബുക്ക് കണ്ടു തുടങ്ങിയതാണോ, അവർക്കിതൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ഇവിടെ വരാൻ പോകുന്നത് ഇത്രയാണെന്നും ഇനി എന്താണ് ചെയ്യേണ്ടതെന്നും എങ്ങനെ നിൽക്കണമെന്നും എങ്ങനെ വാദിക്കണമെന്നും വാദിക്കാതിരിക്കേണ്ടെന്നും അവർക്കറിയാം. മീനാക്ഷി ഇന്നലെ വൈകുന്നേരം, അതായത് 21-ാം തീയതി വൈകുന്നേരം ഒരു 5:30 മണിയായപ്പോൾ BP ചെക്ക് ചെയ്യുന്നൊരു ഫോട്ടോ ഇട്ടിട്ട് പ്രഷറില്ല, ഉഷാറില്ല എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ഉഷാറായി ഇരിക്കാൻ പറ്റട്ടെ, ഉഷാറായി കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റട്ടെ, തനിക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ വാദിച്ച് ജയിക്കാനും കൂടുതൽ മനസ്സിലാക്കാനും കൂടുതൽ ആഴത്തിൽ അറിവുകൾ നേടാനും അത് പരമാവധി ആളുകളിലേക്ക് എത്തിക്കാനും സാധിക്കട്ടെ. ഇവരൊക്കെ പറയുന്ന കൊച്ചുവായിലെ വലിയ വർത്തമാനം, തലച്ചോറ് വലുതാവുമ്പോൾ തലച്ചോറിനകത്തുള്ള സാധനങ്ങളുടെ ക്വാണ്ടിറ്റി കൂടുമ്പോൾ വായ തന്നെ വലുതായിക്കോളും. ഇനിയും അറിയാനുള്ള ആഗ്രഹം മീനാക്ഷിയിൽ അവശേഷിക്കുന്നുണ്ട് എന്നുള്ളൊരു അവരുടെ വർത്തമാനങ്ങളിലൂടെയുള്ളൊരു, അത് കാണുമ്പോൾ ഉണ്ടാകുന്നൊരു തിരിച്ചറിവില്ലേ, അതാണ് മീനാക്ഷിയെക്കുറിച്ച് ആലോചിക്കുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രതീക്ഷ. ആ ആഗ്രഹം അവരിൽ ഒരിക്കലും അവസാനിക്കാതിരിക്കട്ടെ. പുതിയ തലമുറയുടെ അറിവിന് വേണ്ടിയുള്ള, പ്രത്യേകിച്ച് ചരിത്രവും ശാസ്ത്രവും അറിയാനുള്ള അവരുടെ ഉള്ളിലെ ആ കനൽ അത് ആളിക്കത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട്, പ്രതീക്ഷയോടുകൂടി നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി അഡ്വക്കേറ്റ് കൃഷ്ണരാജിനെ കുറിച്ച് പറയാനാണെങ്കിൽ അദ്ദേഹത്തിന് ഇനിയും കാക്കകളെ എണ്ണാൻ സാധിക്കട്ടെ. ഒരുപാട് കാക്ക കൊത്താൻ സാധ്യതയുള്ള ആ പേരുകളുടെ എണ്ണം, പുള്ളിയുടെ കയ്യിലിരിക്കുന്ന ആ ലിസ്റ്റ് ഉണ്ടല്ലോ, അത് വലുതാവട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പുള്ളി എത്ര പേർക്ക് കാക്കക്കൊത്തു കൊള്ളും എന്ന് ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ചിന്തിക്കുന്നു, അത്രയും ചിന്തിക്കുന്ന തലച്ചോറുകൾ ഇവിടെ ഉണ്ടായി വരുന്നു എന്നാണ് അർത്ഥം. അതൊരു പ്രതീക്ഷയാണ്. അഡ്വക്കേറ്റ് കൃഷ്ണരാജിന് ഒരുപാട് കാക്കകളെ കാണാൻ, കാക്കക്കൊത്തലുകളെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ നടത്താൻ അവസരമുണ്ടാകട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യമൊക്കെ നിങ്ങൾക്ക് ഉപകാരം ഉണ്ടായെന്ന് തോന്നുകയാണെങ്കിൽ പരിഗണിക്കുക.